ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്. വല്ലപ്പുഴ സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തി. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. വല്ലപ്പുഴ മേഖലയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി വിശ്വാസികളാണ് എത്തിയത്. വല്ലപ്പുഴ യാറം സലഫി മസ്ജിദിന് കീഴിൽ യാറം സെന്ററിൽ നടന്ന ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. NK അബ്ദുൽ നാസിർ സലഫി നമസ്കാരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് അദ്ദേഹം ഉദ്ബോധന പ്രഭാഷണവും നടത്തി. ലൈലത്തുൽ ഖദറില് അതിന്റെ മഹത്വം പറഞ്ഞ ഹദീസൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ധാരാളം ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചതാണ്. മൻ സാമ റമളാന ഈമാനം വഹ്തിസാബ. ആരെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും വിശ്വാസത്തോടെയും ഈമാനോടുകൂടെ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, മൻ ഖാമ ആരെങ്കിലും രാത്രി നമസ്കരിച്ചു, റമളാനിലെ രാത്രി നമസ്കരിച്ചു ഈമാനും വിശ്വാസത്തോടും കൂടി, മൻ ഖാമ ലൈലത്തുൽ ഖദരി. അതേപോലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആരെങ്കിലും വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഈ നമസ്കാരവും നോമ്പൊക്കെ അനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞ പാപങ്ങൾ പോയി എന്നുള്ളതാണ്, അള്ളാഹ് പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. അതിനെന്ത് വേണം? 2 നിബന്ധനയാ. ഒന്ന്, വിശ്വാസം നന്നാവണം. ഏതെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. പടച്ച തമ്പുരാനിൽ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് എന്നത് കൃത്യമായി വിശ്വസിക്കാത്ത ഒരാൾക്ക് അവൻ എത്ര നോമ്പനുഷ്ഠിച്ചിട്ടും കാര്യമില്ല, അവൻ 1000 ദിവസം നോമ്പെടുത്തിട്ടും കാര്യമില്ല. അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ട രൂപത്തിൽ അവന്റെ വിശ്വാസം ക്രമമായിട്ടില്ലെങ്കിൽ അവൻ നോമ്പനുഷ്ഠിച്ചിട്ട് ഒരു കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഈമാനോടുകൂടി എന്ന് പറഞ്ഞത്. പടച്ച തമ്പുരാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പടച്ച തമ്പുരാൻ ആരാണ്? അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അള്ളാഹുവാണ് സർവവും നിയന്ത്രിക്കുന്നത്. ഒരു മരത്തിൽ നിന്നും ഒരു ഇല കൊഴിയുന്നത് പോലും അവൻ അറിയാതെ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന, മദ്രസ ക്ലാസുകളിൽ പോലും ചെറിയ കുട്ടികൾ പഠിക്കുന്ന ആ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് ഇന്ന് ഈ മുസ്ലിം സമൂഹത്തെ ചില ആളുകൾ പഠിപ്പിക്കുന്നത്, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മരണപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. റംസാന്റെ ഭാഗമായി നടന്ന ഇസ്ലാമിക് ക്വിസ് മത്സരത്തിൽ 1, 2, 3 സ്ഥാനം നേടിയവർക്ക് സമ്മാനദാനവും നിർവഹിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പായസ വിതരണവും ഉണ്ടായിരുന്നു. ലേഡീസിന്റെ ഭാഗത്ത് 1ാം സമ്മാനം കിട്ടിയത് ഹസ്ന ടി, സെൽമത്ത് ടി. ആ സ്ത്രീയുടെ